എംഎൽഎയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 8.40 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കായംകുളം പെരിങ്ങാല CSLP സ്കൂളിന്റെ പാചകപ്പുരയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ നിർവഹിച്ചു. സ്കൂൾ മാനേജർ പി ഗാനകുമാർ അധ്യക്ഷത വഹിച്ചു. കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് 1596 ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന CSLP സ്കൂളിൽ പാചകപ്പുരയുടെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. എംഎൽഎയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. തുടർന്ന് ബാങ്കിന്റെയും സ്കൂളിന്റെയും പരിസരങ്ങളിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാചരണവും നടത്തി. സ്കൂൾ മാനേജരും കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമായ പി ഗാനകുമാർ അധ്യക്ഷത വഹിച്ചു. യു പ്രതിഭ എംഎൽഎ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പണ്ട് കാലത്ത് അൺഎയ്ഡഡ് സ്കൂളിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഒരു സമയത്ത് ഒരു 10 വർഷം മുമ്പ് എടുത്ത് നോക്കിയാൽ, കറക്റ്റ് പറഞ്ഞാൽ 10 വർഷം മുമ്പ് എടുത്ത് നോക്കിയാൽ കൃത്യമായ പാഠപുസ്തകമോ ഒന്നും സമയത്ത് കിട്ടാതിരുന്നൊരു കാലത്ത് നിന്ന് അഡ്വാൻസ് ആയിട്ട് പാഠപുസ്തകങ്ങൾ, ഇതോടൊക്കെ പ്രവേശനോത്സവം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. നമ്മുടെ കുഞ്ഞു മക്കൾ ചെയ്യുന്ന പാട്ടാണെങ്കിലും കവിതയാണെങ്കിലും അവർ ചെയ്യുന്ന സ്കിറ്റാണെങ്കിലും മന്ത്രി എടുത്ത് അദ്ദേഹത്തിന്റെ പേജിലേക്ക് ഇടാണ്. ഞങ്ങളൊക്കെ ചില കുട്ടികളുടെ സ്റ്റേറ്റസ് ഒക്കെ ഇട്ട ഉടനെ മന്ത്രി ഓഫീസിൽ നിന്ന് വിളിക്കും, ആ വീഡിയോ ഇങ്ങനെ താക്കുന്നു. അത്രയും കാര്യമാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രി, ഇങ്ങനെ ശിവൻകുട്ടി മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്നതാണ്, അങ്ങനെ കളങ്കമില്ലാതെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്ത് പറഞ്ഞാൽ ജനുവിനാണെങ്കിൽ അപ്പോൾ തന്നെ അത് സാധിച്ചു തരാൻ വേണ്ടിയിട്ട് ഇടപെടുന്ന ഒരു മനസ്സുമുണ്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ മികവിന്റെ കേന്ദ്രമാക്കണമെന്ന് നമ്മുടെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്തെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടിയുടെ നയത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ നടപ്പാക്കിയത്. ഇന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ബോയ്സ് സ്കൂൾ ആണെങ്കിലും ഇപ്പൊ ഗേൾസ് സ്കൂൾ പണി നടക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത് വലിയ സ്കൂളുകൾ 500 കൂടെ കുട്ടികളുള്ള സ്കൂളുകളുടെ പേരെ ഞാൻ പറയുന്നുള്ളൂ. രാമൂര് സ്കൂളാണെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനോഹരമാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. 250 കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ UP സ്കൂളാണെങ്കിൽ അവിടെ 1 കോടി രൂപ വെച്ച് നമ്മൾ കെട്ടിടം ചെയ്തിട്ടുണ്ട്. MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 10-15 സ്കൂളുകൾ പുതിയതായിട്ട് ഈ നമ്മുടെ ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും 4-5 പണിതുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ കൃഷ്ണപുരം സ്കൂളിൽ ഞങ്ങൾക്കാർക്കും പോകാൻ പറ്റിയില്ല, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. കൃഷ്ണപുരം സ്കൂളിൽ പുതിയ വെഞ്ചർ ഡെസ്കും കൂടി ഇട്ടുകൊണ്ടാണ് പുതിയ കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒത്തിരി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പരമാവധി ഗവൺമെന്റിന്റെ സഹായങ്ങൾ നമ്മുടെ മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ അതിനെല്ലാം നിങ്ങളൊക്കെ തന്നെയാണ് പ്രചോദനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നഗരസഭ പരിഗണിക്കേണ്ട സ്കൂളാണ്. 100 വർഷ പാരമ്പര്യമുള്ള ഈ പെരിങ്ങാല പ്രദേശത്തെ അതിപുരാതനമായ സ്കൂളിനെ പരിഗണിക്കണം. ഞങ്ങളുടെ ജീവനക്കാരെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ ജീവനക്കാരും ഇതിനോട് ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവനക്കാരിലും നല്ല 3-4 പേര് ഇവിടെ പഠിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നഗരസഭ പരിഗണിക്കണം. MLAയുടെ മുമ്പിൽ ഒരു പരിഗണന. ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു ചെറിയ വാഹനം വേണം. ഒരു 7 ലക്ഷം രൂപയുടെ വാഹനം മതി. MLA ഇവിടെ തന്നെ ഉറപ്പ് നൽകിയിട്ട് പോകണം. അടുത്ത ദിവസം തന്നെ കളക്ടറേറ്റിലേക്ക് അതിൻ്റെ നിർദ്ദേശം നൽകുമെന്ന് ഞാൻ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭയ്ക്കും എയ്ഡഡ് സ്കൂളുകൾക്ക് ചെയ്യാനുള്ള ഒരു പരിമിതിയുണ്ട്. ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ എയ്ഡഡ് സ്കൂളുകൾക്കും ഗവൺമെൻറ് സ്കൂളുകൾക്കും എല്ലാം തന്നെ ഓരോ വർഷവും ഒട്ടനവധി പദ്ധതികൾ വെച്ച് ആ സ്കൂളിൻ്റെ എന്താണ് കുറവ്, ആ കുറവ് കൊണ്ട് തന്നെ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പദ്ധതികൾ വെച്ച് കൊടുക്കാറുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ സ്കൂളുകൾക്കൊക്കെ നല്ല രീതിയിൽ പദ്ധതികൾ വെച്ചിട്ടുണ്ട്. അപ്പം ഈ സ്കൂളിനും നിയമപരമായിട്ട് കിട്ടാവുന്ന യാതൊരു വിഷയമില്ലാത്ത പദ്ധതികളെല്ലാം തന്നെ നമ്മൾ കൊടുക്കും. നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ, എസ് മായാദേവി, 17ാം വാർഡ് കൗൺസിലർ ബിജു ആർ, ഗംഗാദേവി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിന്ധു എ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് അന്നമ്മ TC സ്വാഗതം പറഞ്ഞു. അധ്യാപകരായ AK നിഷ, ഹാമിദ്, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ G ഹരി, സമീർ, അബ്ദുൾ സലാം, ജോൺ കുരുവിള, ഭദ്രൻ, രശ്മി, കാർത്തികക്കുട്ടിയമ്മ, TK സുകുമാരൻ, അഡ്വക്കേറ്റ് നീതു S, വിനയചന്ദ്രൻ, ബാങ്ക് ജീവനക്കാരായ അനിതകുമാരി, ജ്യോതിലക്ഷ്മി, അജി MJ, സുനിതകുമാരി V, സുൽഫി, വിനോദ് കുമാർ, അർച്ചന, ജലജ, അക്ബർ, രാധിക, ശ്രീകുമാർ S, പ്രതീക്ഷ PS, കൃഷ്ണേന്ദു S, സാന്ദ്ര ഗണേഷ്, സുവർണ വേണു, ജയലക്ഷ്മി S, BP പിള്ള, സുകുമാരൻ നായർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. CDNet ന്യൂസ്, കായംകുളം.